പ്രിയരെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഒഴുകിയിറങ്ങി വരുന്ന മന്ന ദ ഡെയിലി ബ്രെഡ്. രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം 12 വാക്യം. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി, അഗ്നിയിൽ ദൈവമില്ലായിരുന്നു. അഗ്നി അടങ്ങുമ്പോൾ ഒരു മൃദുല സ്വരം കേട്ടു. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന്റെ ചുറ്റുപാടുകൾ ശബ്ദായമാനമാണ്. നമ്മൾ നേരം വെളുത്ത് ഉണർന്നെഴുന്നേറ്റാൽ ഉടൻ തന്നെ നമ്മുടെ ചുറ്റുപാടുകൾ ശബ്ദാഘോഷങ്ങളുടെ പിന്നാലെ നമ്മൾ പോവുകയാണ്. ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മൾ നോക്കുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അതുപോലെ ഓരോ കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോഴും ഒന്നൊന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരിക്കൽ പോലും നമ്മുടെ മനസ്സ് ശാന്തമാകുന്നില്ല. നമുക്ക് നമ്മുടെ ഓർമ്മകളിലേക്കോ നമ്മുടെ സ്വപ്നങ്ങളിലേക്കോ ചിന്തകളിലേക്കോ മടങ്ങി വരാൻ കഴിയാതെ പോകുന്നു. ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ പിന്നാലെ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അഗ്നിയായി, ഭൂകമ്പമായി അത് നമ്മുടെ മാനസികാവസ്ഥയെ പലതരത്തിൽ ബാധിക്കുകയും ചെയ്യുന്നു. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പിന്മാറി ജീവിതത്തിൻ്റെ മൃദുലതകളിലേക്ക് മടങ്ങുവാനുള്ള ഒരു ഉൾവിളി നിങ്ങൾക്കുണ്ടാകണം. കാരണം സത്യം എപ്പോഴും മനുഷ്യൻ കണ്ടെത്തുന്നത് അവൻ്റെ മനസ്സിൻ്റെ നിശബ്ദതകൾക്കകത്തു നിന്നാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ നിശബ്ദതകളിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരുവാനായിട്ട് പറ്റുമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കേൾക്കുവാനായിട്ട് പറ്റും. ഒരിക്കലും ശബ്ദാഘോഷങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ നേർവഴികളെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് വല്ലപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ നിശബ്ദതകളിലേക്കൊന്ന് മടങ്ങണം. മുറിയടച്ച് നീയും നിന്റെ ദൈവവുമായിട്ടിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന മനുഷ്യന് മുമ്പിൽ ദൈവം കടന്നു വരും. അനുഗ്രഹിക്കട്ടെ കർത്താവ്. ആമേൻ.